ഹായ് ഡിയർ, ലൈഫ് ടോൺ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ കുറച്ച് നാൾ മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഒരു സംഗതി പൊടിച്ചെടുത്തിരുന്നു. അപ്പം ഞങ്ങൾ ജനുവരിയിൽ നമ്മൾ പൊടിച്ചെടുത്ത ആ ഐറ്റം ആയിരുന്നു. അതിപ്പോൾ തീർന്നു പോയി. അപ്പോൾ എങ്ങനെയാണ് മായം ചേരാത്ത ഈ ഒരു സംഗതി നമ്മുടെ വീട്ടുമുറ്റത്ത് ഉൽപ്പാദിപ്പിച്ച് അത് എങ്ങനെ സംസ്കരിച്ച് എടുക്കാമെന്നുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ അത് നമ്മൾ ഉണക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും തീർന്നപ്പോൾ ഇപ്പോൾ ജൂലൈ ആയി. ഇപ്പോൾ ജനുവരിയിലാണ് ഞാൻ ഈ ഐറ്റം പൊടിച്ച് വെച്ചത്. ആ പൊടിച്ച വീഡിയോ നമ്മുടെ ചാനലിനകത്ത് ഇട്ടിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം. അപ്പോൾ മായം ചേരാത്ത മഞ്ഞൾ ഓർ ടെർമറിക്ക് എങ്ങനെ വീട്ടിൽ പൊടിച്ച് എടുക്കാമെന്നുള്ളൊരു വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ നമ്മൾ അന്ന് അത് റെഡിയാക്കി വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ജനുവരിയിൽ നമ്മൾ ആ പൊടിച്ച് വെച്ച ഇതിനകത്ത് പകുതി ഉണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടുള്ള പ്രിയപ്പെട്ട സ്നേഹിതർക്ക് മനസ്സിലാക്കാൻ സാധിക്കും, മായം ചേരാത്ത മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഞാനും ഫ്ലാറ്റിലൊക്കെ ആയിരിക്കുമ്പോൾ ഞങ്ങൾ മഞ്ഞൾപ്പൊടി മേടിക്കുമായിരുന്നു. എത്ര ഇട്ടാലും ചുമ്മാ ഒരുമാതിരി മഞ്ഞ നിറം. ആ മഞ്ഞളിൻ്റെ മണവുമില്ല, അതിൻ്റെ രുചിയില്ല, ഒന്നുമില്ല. നിങ്ങളും വീട്ടിൽ വാങ്ങിച്ച് വലിയ ബ്രാൻഡഡ് കമ്പനികളുടെ മഞ്ഞൾപ്പൊടിയാണെന്ന് പറഞ്ഞ് നമ്മൾ മേടിക്കുന്ന ആ പൊടിയിലും മായം ചേരുന്നുണ്ട്, മസ്റ്റായിട്ട് ചേരുന്നുണ്ട്. അപ്പോൾ അതെന്ത് മായമാണെന്ന് പലർക്കും അറിയില്ല. അപ്പോൾ മഞ്ഞളിനകത്ത് എന്ത് പൊടി ചേർക്കാം. അപ്പോൾ മഞ്ഞൾ പൊടി ചേർക്കാം മായമായിട്ടാണ്, അത് മഞ്ഞൾ പൊടിയല്ല. പിന്നെ ഇതിലേക്ക് കൂടുതലായിട്ട് വ്യാപകമായിട്ട് ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ലാത്തൊരു ഐറ്റമാണ് ഈ മഞ്ഞൾക്കൂവ എന്ന് പറയും. അത് ഈ കാട്ട് പ്രദേശങ്ങളിലൊക്കെയാണ് അത് കൂടുതൽ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കറിക്ക് വേണ്ടിയിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ മഞ്ഞൾക്കൂവ എന്ന് പറയുന്നത് ഈ മഞ്ഞളിൻ്റെ അതേ സാമ്യമായിട്ടുള്ള ഇലയും കാര്യങ്ങളും ഒക്കെയാണ് അതിന്. അത് ഇതിലേക്ക് പൊടിച്ച് ചേർക്കുക. അപ്പോൾ അതിൻ്റെ മണം ഏകദേശം ഈ ഒരു മഞ്ഞളിൻ്റെ മണം തന്നെയാണ്, ഒരല്പം രൂക്ഷഗന്ധമാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ പൊടിക്കുമ്പോൾ അതിൻ്റെ മഞ്ഞളിൻ്റെ രൂക്ഷഗന്ധം കുറയ്ക്കാനും ഒക്കെയുള്ള സംവിധാനം ഇന്ന് മാർക്കറ്റിൽ അവൈലബിളാണ്. അപ്പോൾ നമ്മൾ ശരിക്കും മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞ് മേടിച്ച് കഴിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റാണ്. മഞ്ഞൾക്കുവ എന്ന് പറയുന്ന ഐറ്റമാണ്. പിന്നെ മറ്റ് പല ഫുഡ് കളറുകളൊക്കെ അതിനകത്ത് ചേർക്കപ്പെടുന്നുണ്ട്. അപ്പം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഒറിജിനൽ മഞ്ഞൾപ്പൊടി ആണ് ഈ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നുണ്ടോ. അപ്പോൾ ഇത് അടപ്പ് തുറക്കുമ്പോഴേ തന്നെ നല്ലൊരു സുഗന്ധം തന്നെയാണ്. ഇതിപ്പോൾ ആയിട്ടില്ല, ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ്. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിക്കണം. അപ്പോൾ നമുക്കിങ്ങനെ ഏത് വീട്ടിലും ഇങ്ങനെ മഞ്ഞൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്ത് ഒരുപാട് സ്പേസ് വെറുതെ പോകുന്നുണ്ട്. അവിടെ ചുമ്മാ അതിൻ്റെ മഞ്ഞളിൻ്റെ ആ ഒരു കിഴങ്ങ് 8-10 കൊണ്ട് ഇട്ടാൽ മതി. അപ്പോൾ ഇതുപോലെ മഞ്ഞളുണ്ടാവും. ഒരു പരിചരണം ചെയ്യേണ്ട ആവശ്യമില്ല, കുറച്ച് ചാരമെല്ലാം ഇട്ട് കൊടുത്താൽ മതി, നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ അത് സംസ്കരിച്ചെടുത്ത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ അധികം മായമില്ലാത്ത മഞ്ഞൾ പ്രോസസ്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇന്നത്തെ കാലത്ത് നല്ലത് യൂട്യൂബിൽ കാണിച്ചാലും ആൾക്കാർക്കത് വിശ്വാസയോഗ്യമല്ല. അതായത് ഈ ഉള്ളതെല്ലാം ഊട്ടായ്പാണ് കാണിക്കുന്നത്. ഇപ്പോൾ കുറേ ഫുഡ് വ്ളോഗർമാരെന്നും പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ചുമ്മാ കുട്ട തിന്നുന്ന പോലെ ഷാപ്പിലും റെസ്റ്റോറൻറ്റിലും ഒക്കെ പോയി വാരി വലിച്ച് തിന്നുക. ഫുഡ് കഴിക്കുമ്പോൾ ഉള്ള മാനേഴ്സ് പോലും അറിയത്തില്ലാതെ വായിലോട്ടെടുത്തിട്ട് ചപ്പിയും തുപ്പിയും തിന്നുന്നത്. ഫുഡ് കഴിക്കുന്നതിന് തന്നെ ഒരു മാനേഴ്സുണ്ട്. അല്ലാണ്ട് ചുമ്മാ കയ്യിൽ പൈസ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് പോയി പന്നി തിന്നുന്ന പോലെ വാരി വലിച്ച് മറ്റുള്ളവർക്ക് അരോചകമായിട്ട് അങ്ങനെയല്ല ഭക്ഷണം കഴിക്കേണ്ടത്.
ഇപ്പം ഞാൻ പറഞ്ഞു വന്നു ഇവന്മാരൊന്നും ഇത്തരം കാര്യങ്ങൾ പറയത്തില്ല. ഇതിപ്പോൾ നമ്മൾ നോക്കിയാൽ നാച്ചുറലായിട്ട് പ്രോസസ്സ് ചെയ്തെടുത്ത മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഇതിനി ഒന്ന് നന്നായിട്ട് നമ്മളിപ്പോൾ അരിപ്പയിലേക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അരിച്ചങ്ങ് എടുത്ത് കഴിയുമ്പോഴല്ല നല്ല പൊടിയാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് നാച്ചുറലായിട്ടുള്ള പൊടിയായതുകൊണ്ട് ഒരു അല്പം ഇട്ട് കൊടുത്താൽ മതി. കറിക്കൊക്കെ നല്ല ടേസ്റ്റും കിട്ടും, നല്ല മണവും കിട്ടും, നല്ല രുചിയും കിട്ടും. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് താഴെ രേഖപ്പെടുത്തുക. നമ്മുടെ വീഡിയോ ഒന്ന് ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് എത്താം. ഇപ്പോൾ പോകുന്നു സ്നേഹത്തോടെ. അപ്പോൾ നമ്മുടെ നേരത്തെ ഇട്ട ഈ മഞ്ഞൾ പ്രോസസ്സ് ചെയ്തെടുക്കുന്ന വീഡിയോ കാണാൻ മറക്കല്ലേ. നാച്ചുറലായിട്ട് എങ്ങനെയാണ് വീട്ടിൽ പ്രോസസ്സ് ചെയ്തെടുക്കാമെന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് എത്താം. ഇപ്പോൾ പോകുന്നു സ്നേഹത്തോടെ. താങ്ക് യു.